ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദ മൈൻഡ്ഫുൾ മിനിമലിസ്റ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ ഒരുപാട് പേരെ ദിനം പ്രതി കണ്ടുമുട്ടുന്നുണ്ട്. അവരിൽ പലരും നമ്മുടെ കൂട്ടുകാരായിരിക്കാം, നമ്മുടെ ശത്രുക്കളായിരിക്കാം, നമുക്ക് അസൂയുള്ളവരായിരിക്കാം, നമ്മളോട് അസൂയുള്ളവരായിരിക്കാം. പലതരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇവരെയൊക്കെ ഒന്ന് നമ്മൾ കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് നോക്കുവാണെങ്കിൽ അവരിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുമായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, ഓരോ ജീവിതങ്ങളും ഓരോ പാഠപുസ്തകങ്ങളാണെന്ന്? ശരിക്കും അത് സത്യമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വായിക്കേണ്ട. അവൾ അവന് മനോഹരമായൊരു ചിത്രം വരച്ച് സമ്മാനിച്ചു. ഒപ്പം അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ബോണെ വെഞ്ചൂർ. അതിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല. എങ്കിലും അവൻ വേഗം തന്റെ ലാപ്ടോപ്പ് എടുത്ത് ഗൂഗിൾ സെർച്ച് എടുത്ത് പരതാൻ തുടങ്ങി. അതിന്റെ അർത്ഥം ബോണെ വെഞ്ചൂർ എന്നാൽ നല്ലതു വരട്ടെ. അസീസിയിലെ ഫ്രാൻസിസ് അസീസി എല്ലാവരെയും കണ്ടുമുട്ടി ഇങ്ങനെ പറഞ്ഞ് അഭിവാദ്യം ചെയ്തിരുന്നു. ബോണെ വെഞ്ചൂർ. ഒരിക്കൽ അദ്ദേഹം ഒരു അമ്മയുടെ മാറിൽ തളർന്നു കിടന്ന് ഉറങ്ങിയിരുന്ന ഒരു കുഞ്ഞിനെ നോക്കി ബോണെ വെഞ്ചൂർ എന്ന് പറഞ്ഞു. ഡോക്ടർമാരാകട്ടെ ആ കുഞ്ഞിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ വിധി എഴുതിയിരുന്നുള്ളൂ. ഈ പരിശുദ്ധ വാക്ക് കേട്ട ഉടനെ ആ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു. ആ കുഞ്ഞാണ് പിന്നീട് പേരുകേട്ട വിശുദ്ധനായ ബോണെ വെഞ്ചൂർ. അവന് മനസ്സിലായി അവൾ എന്തിനാണ് തനിക്ക് ഈ ഒരു വാക്ക് എഴുതി തന്നതെന്ന്. അതിന്റെ അർത്ഥം മനസ്സിലായപ്പോൾ അവന് കാര്യം പിടികിട്ടി. അവന് ഗ്യാസ്ട്രോ പാരസിസ് എന്ന അസുഖമാണ്. ഗ്യാസ്ട്രോ പാരസിസ് എന്നാൽ 1,00,000 പേരെടുത്താൽ അതിൽ വിരലെണ്ണാവുന്നവർക്ക് മാത്രം വരുന്ന ഒരു രോഗം. അതായത് നമ്മുടെ കൈകാലുകൾ, മറ്റ് ശരീര അവയവങ്ങൾ പാരലൈസ്ഡ് ആയി പോകില്ലേ, തളർന്നു പോകില്ലേ, അതേപോലെ അവന്റെ ഇന്റേണലി ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥ. അതെ, അവന് ഗ്യാസ്ട്രോ പാരസിസ് ആണ്. ഭാഗ്യവശാൽ അവന്റെ നാക്കിന് മാത്രം ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല. 22 വയസ്സ് മാത്രമേ അവന് പ്രായമുള്ളൂ അന്ന്. രോഗം പിടിപെട്ടിട്ട് അന്നേക്ക് 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആഴ്ചയിൽ 3 ദിവസം എന്ന കണക്കിൽ ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ അവന്റെ ഞരമ്പുകളിലൂടെ ഡോക്ടേഴ്സ് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വായിലൂടെ ഒന്നും ഭക്ഷിക്കാൻ കഴിയാത്തവർക്ക് ഡ്രിപ്പ് ഇടുന്നത് പോലെ തന്നെ എല്ലാ ന്യൂട്രീഷനും അടങ്ങിയ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ട്രിപ്പ് വഴി അവന്റെ ശരീരത്തിലേക്ക് കയറ്റുക. ഇത് മാത്രമാണ് അവന്റെ ഏക ആഹാരം. ആ ഹോസ്പിറ്റലിൽ അവൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. എല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടവനായിരുന്നു. ഡോക്ടേഴ്സ്, നഴ്സുമാർ, കന്യാസ്ത്രീകൾ, അങ്ങനെയല്ല എല്ലാവരും അവനെ കാണാനും അവനോട് സംസാരിക്കാനും അവിടെ എത്തിച്ചേരുമായിരുന്നു. പക്ഷെ സംസാരിച്ച് തീരുമ്പോഴേക്കും അവൻ അവരുമായിട്ടൊക്കെ കലഹത്തിലായിരിക്കും. കാര്യം വേറൊന്നുമല്ല. എല്ലാം പറഞ്ഞു തീരുമ്പോൾ അവസാനം എല്ലാവർക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യം: പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാകും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇവനാകട്ടെ ഇത് കേൾക്കുന്നത് തന്നെ ഏറ്റവും അരിശമാണ്. 20ാമത്തെ വയസ്സിൽ അവൻ നിർത്താതെ ഛർദ്ദിച്ചു. അങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയത്. അവിടെ വെച്ചാണ് അവന് ഗ്യാസ്ട്രോ പാരസിസ് എന്ന രോഗം സ്ഥിരീകരിച്ചത്. ഭാഗ്യപരീക്ഷണം എന്നോണമാണ് അവൻ അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് വന്നത്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൽ നിന്നും അവനെ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു ഈ ഒരു അസുഖം മൂലം. അവന്റെ പ്രണയിനിയും അവനെ തേച്ചിട്ട് പോയി. സ്ഥിരം കേൾക്കുന്ന എല്ലാം ശരിയാകും എന്ന വാക്കിൽ നിന്നും ദൈവം രക്ഷിക്കും എന്ന ക്ലീഷേ ഡയലോഗ്സിന് പകരം അവളുടെ ആ ബോണെ വെഞ്ചൂരെ പ്രയോഗം അവന് നന്നേ ബോധിച്ചു. അവർ പതിയെ നല്ല സുഹൃത്തുക്കളായി. അജ്ഞാതവും അപ്രതീക്ഷിതവുമായ ഒരു ശബ്ദമോ വെളിച്ചമോ കാഴ്ചയോ ഒക്കെ നമുക്ക് എപ്പോഴെങ്കിലും ലഭിച്ചുവെന്ന് വരാം. നെഞ്ചിൽ തെളിച്ചു കിട്ടുന്ന ഇത്തരം വെളിച്ചം ജീവിതത്തിൽ വൈരുദ്ധ്യ തരംഗങ്ങളിലൂടെ കടന്നു പോകുന്ന മാത്രകളിൽ മനസ്സിന് കുളിർമ തന്നേക്കാം. അങ്ങനെ അവളിൽ നിന്ന് അവനും അവനിൽ നിന്ന് അവളും പലതും പഠിച്ചു. പരസ്പരം അവർ ഗുരുവും ശിഷ്യനുമായി. സൗഹൃദത്തിന്റെ രോമക്കുപ്പായങ്ങൾ കളഞ്ഞുപോയ ആട്ടിൻകുട്ടികൾ. അവർ പരസ്പരം കണ്ടപ്പോൾ അത് ഹൃദയത്തിന് ഉത്സവമായി മാറി. ഈ ജന്മത്തിൽ നമ്മൾ എത്രയോ അധികം മനുഷ്യരെ കണ്ടു മറക്കുന്നു. വളരെ കുറച്ചുപേർ മാത്രമല്ലേ നമ്മുടെ ഹൃദയത്തെ തൊട്ടിട്ടുള്ളൂ. അവളുടെ ജന്മദിനത്തിന് ചോക്ലേറ്റുമായി വന്നിട്ട് അവൾ തന്നെ അത് തിന്നാൻ തുടങ്ങി. അവന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അവന് കഴിക്കാൻ പറ്റില്ലല്ലോ. എത്ര വയസ്സായി നിനക്ക്? അവൻ ചോദിച്ചു. അവൾ പറഞ്ഞു, 19. അപ്പൊ 19 തിരുനാളങ്ങൾ കെട്ടുപോയല്ലേ? അവൻ പറഞ്ഞത് ശരിക്കും സത്യമല്ല. കേക്കിൽ മുകളിലെ തിരികൾ ഊതിക്കെടുത്തുമ്പോൾ ജീവിതത്തിലെ അത്രയും ആയുസ് നഷ്ടപ്പെട്ടു എന്നല്ലേ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരിക്കൽ എമർജൻസിയിൽ ഒരു പേഷ്യന്റ് വന്നു. 16 വയസ്സുള്ളൊരു പെൺകുട്ടി. പ്രണയനൈരാശ്യം. കുറെ അധികം ഗുളികകൾ വാരി കഴിച്ചു. അവൻ ഇതറിഞ്ഞു. ഇത് കേട്ട് അവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? എനിക്കിങ്ങനെ ഗുളികകൾ വാരി കഴിച്ച് മരിക്കാനും കഴിയില്ലല്ലോ. എനിക്ക് ആ കുട്ടിയെ ഒന്ന് ഉപദേശിക്കണം. പ്രകൃതിയിൽ എന്ന പോലെ ജീവിതത്തിലും ഋതുഭേദങ്ങൾ മാറി വന്നേക്കാം. ഇത് തിരിച്ചറിയുന്നവർക്കാണ് ജീവിതത്തിൽ എന്നും പുതുമയുണ്ടാവുകയുള്ളൂ. തന്നെ കൊണ്ട് വളരെ സാമ്പത്തിക നഷ്ടമാണെന്ന് മനസ്സിലാക്കിയ കുടുംബക്കാരും അവനെ ഏകദേശം
ഒഴിവാക്കിയ മട്ടാണ്. പക്ഷെ അവരുടെ ലൈൻ വേറെയാണ്. വേദനിപ്പിച്ചത് അവരാണെങ്കിലും വേദനിച്ചതും ഞങ്ങളാണ് എന്നാണ് അവരുടെ മട്ട്. അവൻ അമേരിക്കയിലേക്ക് തിരികെ പോയി. സ്വകാര്യ ജീവിതത്തിൽ ഏതു വേദനയും സഹിക്കാൻ പരുവപ്പെടുത്തിയവൻ. എന്റെ കണ്ണീർ ഗൗരവമായി എടുക്കാൻ ഒരാളുണ്ടെന്ന ഒരറിവ് മാത്രമേ എന്നെ കരയിക്കുകയുള്ളൂ. നിലത്ത് വീണാൽ താങ്ങിയെടുത്ത് തലോടാൻ ആളുണ്ടെന്ന തിരിച്ചറിവ് മാത്രമേ ഒരുവനെ കരയിക്കുകയുള്ളൂ. എന്താണ് മനുഷ്യനെ കരയിക്കുന്നത്? അർഹതപ്പെട്ടത് നഷ്ടപ്പെട്ടുവെന്ന് തോന്നൽ. അതാണ് മനുഷ്യനെ കരയിക്കുന്നത്. അപ്പോൾ വേണ്ടത് വളരെ വ്യത്യസ്തമായ, എന്നാൽ ഒട്ടും അപരിചിതമല്ലാത്ത ഒരു ചിന്തയാണ്. നിറയെ കതിർമണികളുള്ള ഒരു പാടത്തു നിന്ന് കൊക്കിലൊതുങ്ങുന്ന ഒരു കതിർമണി മാത്രം കൊത്തിപ്പറക്കുന്ന ആകാശപ്പറവയാകുക. മിനിമലിസം സ്വീകരിക്കുക. ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു കുഞ്ഞടുക്കളയും ഉറങ്ങാൻ മാത്രം ചെല്ലുന്ന കിടപ്പറയിൽ ഒരു കട്ടിലിനും ഉള്ള ഇടം മാത്രം മതി. പണം കൂടുമ്പോൾ 4 നേരമുള്ള 8 നേരമായി ആരെങ്കിലും കഴിക്കുവോ? അങ്ങനെ കഴിച്ചാൽ തന്നെ ആർക്കാണ് അതിന്റെ കേട്? അവനവന് തന്നെ. എവിടെയോ വായിച്ചിട്ടുണ്ട്, ജീവിക്കാൻ ആവശ്യം പൂപ്പാത്രത്തിലെ പുത്തനിലകളും സ്നേഹിക്കുന്ന ഒരാളുടെ കരവും മാത്രം മതിയെന്ന്. അവന്റെ വേറിട്ട ചിന്തകൾ അവളിൽ അത്ഭുതകരമായ ഒരു അനുഭൂതി ഉണ്ടാക്കി. അവൻ അവൾക്ക് ഋഷിവര്യന് തുല്യനായി. ജീവിതത്തിൽ പരിചയപ്പെടാൻ കഴിഞ്ഞ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് നമ്മുടെ പിന്നീടുള്ള ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, ഗുരുക്കന്മാർ, പാരമ്പര്യം, പൈതൃകം, വളർത്തപ്പെട്ട സാഹചര്യങ്ങൾ, വായിക്കുന്ന പുസ്തകങ്ങൾ, ഇവയെല്ലാം നമ്മെ പരുവപ്പെടുത്തുന്നു. നാളത്തെ സ്ട്രോങ് ആയ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുവാനായി അത് നമ്മെ സഹായിക്കും. ആവശ്യമില്ലാത്തതെല്ലാം നമ്മൾ മറക്കണം. മനാസെ, എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നീ മറക്കണം. എന്താ മറക്കേണ്ടത്? അമിതമായ ആകുലതകൾ, ആസക്തികൾ, ഭയങ്ങൾ എല്ലാം നീ മറക്കണം. അപ്പൊ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. ആർക്കെങ്കിലും ഇതുപോലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇമെയിൽ ID ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങൾ കഥയായിട്ട് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു ഇൻസിഡന്റ് ആയിട്ട് എനിക്ക് എഴുതി അയച്ചാൽ മതി. ഞാനൊരു കഥയായിട്ട് അതിനെ ഈ ചാനലിൽ തന്നെ അവതരിപ്പിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ. Давай.